കാശ്മീരിൽ നിന്ന് എനിക്ക് കിട്ടിയ സഹോദരങ്ങളാണ് മുസാഫിറും ഷമീറും. അല്ല അവരെ രക്ഷിക്കട്ടെ. പഹൽഗാമിൽ നടന്ന ക്രൂരമായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട നമ്മുടെ മലയാളിയായ കൊച്ചിക്കാരനായ രാമചന്ദ്രന്റെ മകൾ ആരതി പറയുകയാണ്. കൃത്യമായി ഒന്ന് കേട്ടു നോക്കൂ. എൻ്റെ കൂടെ ആ പാവം മുസാഫിർ എന്ന് പറഞ്ഞ ഡ്രൈവർ, കശ്മീരി ഡ്രൈവർ ആൻഡ് അനദർ ഡ്രൈവർ മിസ്റ്റർ സമീർ, അവർ രണ്ടുപേരും എൻ്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറി കൊണ്ടുപോകാനും ഐഡൻറ്റിഫിക്കേഷനും രാത്രി 3 മണി വരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു. ഇപ്പം ആവില്ല എന്ന് പറഞ്ഞ് പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ 6 മണിക്ക് തിരിച്ചു വന്നു. അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു അനിയത്തിയെ പോലെ കൂടെ നടന്ന്. ഞാൻ പറയുകയാണെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് 2 ബ്രദേഴ്സിനെ കിട്ടിയെന്നാണ് ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോൾ പറഞ്ഞ. അല്ല അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു. ഭീകരാക്രമണം പോലെ ഈ രാജ്യത്ത് ഇപ്പോൾ ചെറിയൊരു ശതമാനം ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരമായ ആരോപണാക്രമണത്തിന്റെ മുനയൊടിക്കുന്നതാണ് ഇത്തരം വീഡിയോകളെല്ലാം. പഹൽഗാമിലെ മുസ്ലിമീങ്ങൾ സൽക്കാരപ്രിയരാണെന്നും ഭീകരാക്രമണം നടക്കുമ്പോൾ അവിടുത്തെ വിനോദസഞ്ചാരികൾക്ക് രക്ഷാകവചമായി നിലനിന്നു എന്നും അതിൻ്റെ പേരിൽ 1-ലേറെ മുസ്ലിം ചെറുപ്പക്കാർ കൊല ചെയ്യപ്പെട്ടു എന്നുമൊക്കെ വാർത്തകളിൽ നമ്മൾ വായിക്കുമ്പോഴും ഇതെല്ലാം മുസ്ലിം തീവ്രവാദത്തിൻ്റെ ഭാഗമാണെന്നും ഭീകരവാദത്തിൻ്റെ ഭാഗമാണെന്നും ഒരു ലജ്ജയുമില്ലാതെ പറയുന്ന ആളുകൾ, തീവ്രവാദികൾ മുസ്ലിം നാമധാരികളായി എന്നതിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ട് കോടിക്കണക്കിന് വരുന്ന മുസ്ലിമീങ്ങൾ ഭീകരവാദത്തിനും തീവ്രവാദത്തിനും ഇരയാക്കപ്പെടുകയാണ്. അങ്ങനെയെങ്കിൽ ഗുജറാത്തിലെ കലാപം നടക്കുമ്പോൾ കൊലയാളികളെല്ലാം മറ്റൊരു മതത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നവരായിരുന്നു. പക്ഷേ ആ മതത്തെ അതിൻ്റെ പേരിൽ ഭീകരവാദം ആരോപിച്ചില്ല. എല്ലാ മതത്തിലും ചെറിയൊരു ശതമാനം ആളുകൾ ഫാസിസ്റ്റ് ചിന്താഗതിയുള്ളവരുണ്ട്, മതമില്ലാത്തവരിലുമുണ്ട്. അവരെയൊക്കെ വ്യക്തിപരമായി മാറ്റി നിർത്തുന്നതിന് പകരം അവരുൾക്കൊള്ളുന്ന മതത്തിലെ മുഴുവൻ ആളുകളും അത്തരം ചിന്താഗതിക്കാരാണെന്ന് വരുത്തി തീർക്കുന്നത് എത്രമാത്രം ഈ രാജ്യത്തെ തകർക്കുന്നതിന് തുല്യമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഒരാളെ അന്യായമായി കൊന്നാൽ ഫകഅന്നമാ ഖതലന്നാസ ജമീഅ, അവൻ സർവ്വജനങ്ങളെയും കൊല്ലുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഒരാളെയും നിങ്ങൾ കൊല്ലരുത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വർഗീയവാദത്തിലേക്ക് അല്ലെങ്കിൽ പക്ഷപാതിത്വത്തിലേക്ക് അല്ലെങ്കിൽ ഭീകരവാദത്തിലേക്ക് ഒരാളെ ക്ഷണിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ സമുദായത്തിൽപ്പെട്ടവനല്ലെന്ന് തീർത്തു പറഞ്ഞ മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് ഭീകരവാദിയാവാൻ പറ്റുക? എങ്ങനെയാണ് തീവ്രവാദിയാവാൻ പറ്റുക? അതുകൊണ്ട് വീണ്ടും വീണ്ടും ഇതിങ്ങനെ സമൂഹത്തിലേക്ക് വലിച്ചിട്ട് അലക്കുന്നതിന് പകരം രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി സജ്ജരാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ത്യയുടെ ശത്രുക്കൾ അതേത് രാജ്യക്കാരാണെങ്കിലും അവർക്കെതിരെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി നിലയുറപ്പിക്കുന്ന വിഷയത്തിൽ നമ്മളൊക്കെ നെഞ്ചിൽ കൈവച്ച് പ്രതിജ്ഞ ചൊല്ലുന്നവരാണ്. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.